നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മസാല ചേർത്ത കാച്ചിൽ പുഴുക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 3/4 കിലോ കാച്ചിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് നുറുക്കി കഴുകിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില, കുരുമുളക് അത് നമുക്ക് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാനുണ്ട്. അതിന് പച്ചമുളക്, ചുവന്നുള്ളി, വേപ്പില, ഉപ്പ് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. കാച്ചിൽ മുറിച്ചെടുക്കാം, കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. മഴയുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് മീനല്ലാത്ത കാരണം ഒരെണ്ണത്തിനും കാണില്ലല്ലോ. അപ്പോൾ കാച്ചിൽ തൊലിയൊക്കെ ചെത്തി നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒന്ന് കഴുകി അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് കാച്ചിൽ കഷ്ണങ്ങൾ ഒരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. കാച്ചിൽ നമുക്ക് കഴുകി കലത്തിലേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മതി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാച്ചിൽ അടുപ്പത്തോട്ട് വയ്ക്കാം. നമ്മുടെ കാച്ചിൽ തിളച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വേവട്ടെ, എന്നിട്ട് നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കാച്ചിൽ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഒന്നും കൂടി വെന്തിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. കാച്ചിലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം.
നമ്മൾ ചതച്ചെടുത്തേക്കണ കുരുമുളക്, പച്ചമുളക്, ചുവന്നുള്ളി ഇവ നമുക്കിനി ചേർത്ത് കൊടുക്കാം. വേപ്പില നമുക്കിതൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. അരപ്പൊന്ന് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് വേവണം. വെന്തിട്ട് നമുക്ക് ഇതൊന്ന് വറ്റിയിട്ട് നമുക്ക് ഇറക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാല ചേർത്ത കാച്ചിൽപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ചമ്മന്തി കൂടി റെഡിയാക്കാം. നമ്മൾ പച്ചമുളക്, ഉള്ളി, ഉപ്പും കൂടി ചതച്ച് വേപ്പിലയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശകലം തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കാച്ചിൽപ്പുഴുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. ഉടച്ചെടുത്ത കാച്ചിൽപ്പുഴുക്ക് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്.